ഹായ് ഫ്രണ്ട്സ് ഡ്യൂരട്ടുപ്പാ അങ്ങനെ ആ ഗേൾസൊക്കെ ടെൻഷനാണ്. അങ്ങനെ റൂമർ ചെയ്യാൻ നോക്കിയായിരുന്നു. അങ്ങനെയായിട്ട് ആ ഗേൾസ് ഓരോന്ന് ചെയ്യാൻ നോക്കിയായിരുന്നു. ആ ഗേൾസ് പറയുന്നു, എടി ഇവരാ ഒരാളെ മാരേജ് കഴിച്ച 7 പേർ അങ്ങനെ പറഞ്ഞ് ഇന്നെല്ലാം പറയായിരുന്നു. ഇവക്ക് പറയില്ല, ഞങ്ങൾക്ക് ലവ് ചെയ്യുന്നവർ ഇവളെ മാരേജ് കഴിച്ചു അങ്ങനെ പറഞ്ഞ് അവർ വഴക്ക് പറയായിരുന്നു. ഇത് പറഞ്ഞിട്ട് ഗേൾസ് എല്ലാം പറയായിരുന്നു, നമ്മൾ എത്ര പ്ലാൻ ചെയ്യാൻ നോക്കി ഇവരെ 7 പേരെ പിരിക്കാൻ നോക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർക്കും ഒരു ഡ്രിങ്ക്സ് ചെയ്യുന്നതിൽ കുടിക്കുന്നതിൽ ഒന്ന് കളക്കി കൊടുക്കണം എന്ന് അവരുടെ കൂടെ ഇരിക്കണേ അവർ പ്ലാൻ ചെയ്തായിരുന്നു. ഇവർ ഇത്ര റിച്ച് ഇത്ര ബിസിനസ് മാൻ ഇവർക്കൊന്ന് ഇവൾ എന്ന് പറഞ്ഞു അവർക്കറിയില്ലായിരുന്നു അത് ഹീറോയിൻ്റെ കമ്പനിയത്ത്. അങ്ങനെ ഹീറോയി കുടിക്കുന്ന ഡ്രിങ്കിൽ ഒന്ന് കുടിച്ച് കളിക്കി കൊടുക്കുക. ഹീറോയ്ക്ക് അറിയും അവരെ കുറിച്ച് നന്നായിട്ട്. ആ ഗേൾസുക്ക് അവർക്കറിയാതെ അവർക്ക് ഒരു 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 അവർ എന്തെല്ലാം സഞ്ചരിക്കുന്നത് അവരുടെ ടേബിൾ മേലെ ഒന്ന് വെച്ചായിരുന്നു. അങ്ങനായിട്ട് അത് മാത്രമല്ല, ഹീറോയ്ക്ക് ഒരു ഹാക്കിംഗ് ഫ്രണ്ട് ഉണ്ട്. അവർ എന്താ സംസാരിക്കുന്നത് ഫോണിൽ സംസാരിക്കാൻ അതുമല്ല ഹീറോയി ഫോളോ ചെയ്യാൻ വേണ്ടി ഒരാൾ വെച്ചായിരുന്നു. അതെല്ലാം കേട്ട് ഹീറോയ്ക്ക് കേട്ടായിരുന്നു. ഹീറോയ്ക്ക് എല്ലാം പറഞ്ഞു കൊണ്ടായിരുന്നു. ഹീറോയി ചിരിച്ചിട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അതിനായിട്ട് ഹീറോയി 7 ബോയ്സിനെ വിളിച്ചായിരുന്നു. 7 ബോയ്സ് അങ്ങനെ 7 ബോയ്സിൻ്റെ പറയാൻ തുടങ്ങി. ബോയ്സ്, മാം എന്താ മാം നിങ്ങൾ എന്നോട് വിളിച്ചത്? എന്നെ 7 ബോയ്സ്, നിങ്ങൾ ലവ് ചെയ്യുന്ന ഗേൾസ് നിങ്ങളെ എക്സ് ഗേൾ ഫ്രണ്ടിക്ക് റിവെഞ്ച് കൊടുക്കണ്ടേ? ഹീറോമാരുടെ പുറകെ നടക്കുന്ന ആ ഗേൾസിൻ്റെ ബോയ് ഫ്രണ്ട്സ് റിവെഞ്ച് കൊടുക്കണം. അവർ 7 പേർ ബോയ്സ് പറയായിരുന്നു, റിവെഞ്ച് കൊടുത്തേ പറ്റൂ എന്ന് ആ ബോയ്സ് പറഞ്ഞായിരുന്നു. ശരി ബോയ്സ്, നിങ്ങളെ എക്സ് ഗേൾ ഫ്രണ്ട് നിങ്ങൾ ഗേൾ ഫ്രണ്ട് റിവെഞ്ച് കൊടുക്കണം, ഞാൻ പറഞ്ഞ മതി ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അവർ 7 ഗേൾസ് നല്ല ഗേൾസ് അല്ല. അങ്ങനെയായിട്ട് അവർ പ്ലാൻ ചെയ്തായിരുന്നു. അതുമാത്രമല്ല അവർക്ക് ഇപ്പോഴും ലവ് ഉണ്ട്. ശരി, ഞങ്ങൾ അവരുടെ ട്രൂ ലവ് ചെയ്യാം. അതുമാത്രമല്ല അവളെ റിവെഞ്ച് ചെയ്യും. അതുമാത്രമല്ല പിന്നെ പറഞ്ഞു ശരി ഓക്കെ. അതിന് വേണ്ടി അവർ പ്ലാൻ ചെയ്തിരുന്നു. അതിൽ കുറച്ച് ബോയ്സ് പറയായിരുന്നു. അങ്ങനെയായിട്ട് അവർ കുടിക്കുന്ന ഡ്രിങ്ക്സിൽ അവർ കുടിച്ചായിരുന്നു. അങ്ങനെ അവർക്കും അങ്ങനെയായി. അങ്ങനെ ആ ഗേൾസ് ഓൾറെഡി കോൾ ചെയ്ത് ഒരു റൂം നമ്പർ എന്ന് പറഞ്ഞായിരുന്നു ഹോൾസ്. ആ റൂം നമ്പറിൽ ആ ഗേൾസ് ഉണ്ടായിരുന്നു. ആ ബോയ്സ് കൂടെ ആ പെണ്ണിന് മമ്മി വന്നായിരുന്നു. വാതിൽ മുട്ടിയായിരുന്നു, തുറക്കാൻ പറ്റില്ല. ഹീറോയി വന്നു, എന്താ പറ്റി? ഇല്ല, നിൻ്റെ ഹസ്ബൻഡ് എൻ്റെ മോളെ റൂമിലെടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞ് ഹീറോ ആക്ടിങ് ചെയ്യാൻ തുടങ്ങി. ആ 7 ഗേൾസിൻ്റെ മമ്മി ഡാഡിയും ഹീറോയ്ക്ക് ടെൻഷനാണ്. റിപ്പോർട്ട് വന്നായിരുന്നു. എന്താ മാം എന്ന് പറയായിരുന്നു. റിപ്പോർട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരും ഹീറോയി പറഞ്ഞായിരുന്നു. അങ്ങനെ ന്യൂസിൽ പെട്ടെന്ന് കുറച്ച് നേരം അതും പറഞ്ഞ് ഹീറോയിൻ്റെ ആൾക്കാരായിരുന്നു. ഹീറോ ചിരിക്കായിരുന്നു. എന്താ എൻ്റെ ഹസ്ബൻഡ്സാണ് നോക്കാം എന്ന് പറഞ്ഞു. ഹീറോയിൻ്റെ ഹസ്ബൻഡ്സ് വന്നിരുന്നു. ബേബി എന്താ ബേബീസെല്ലാം ഉറങ്ങിടി എന്ന് പറഞ്ഞു. ബേബീസ് കയ്യിലുണ്ടായിരുന്നു. ഒരു ബേബി വന്ന് ഹീറോയിൻ്റെ ഹക്ക് ചെയ്തു. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ റൂമിലുള്ളത് ആരാ എന്ന് ഹീറോ കേട്ടായിരുന്നു. അത് കേട്ട് അവരുടെ വീട് ചേഞ്ച് ആയിരുന്നത്. അവരുടെ മമ്മിയാണ് ഐഡിയ പറഞ്ഞു കൊടുത്തത്. അവർക്ക് വീട് ചേഞ്ച് ആയിരുന്നു. അങ്ങനെ വാതിൽ തുറന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഹസ്ബൻഡ്സ് 7 ബോയ്സ് വാതിൽ തുറച്ച് അകത്ത് പോയി. അത് ന്യൂസ് റിപ്പോർട്ടർ വന്നു. അങ്ങനെ ആ ഗേൾക്കും അങ്ങനെയായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ന്യൂസ് റിപ്പോർട്ട് വന്നിരുന്നു. അങ്ങനെയായിട്ട് ആ ഗേൾ ആരുടെ കൂടെ ഉണ്ടായിരുന്നു? ബോയ്സ് പറഞ്ഞു, 7 ബോയ്സ് പറഞ്ഞു ഞങ്ങൾ ഇവിടെ കൂടെ ഉണ്ടാവില്ല അങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു എന്താന്ന് പറഞ്ഞു. ഹീറോയിനോട് പറഞ്ഞായിരുന്നു, ഞങ്ങൾ ഇവിടെ കൂടെ ഉണ്ടാവില്ല. ഞങ്ങൾ ഓൾറെഡി ക്ലബ് ബോയ് ക്ലബിലിരിക്കുന്ന ബോയ്സ് അവർക്ക് കോൾ ബോയ് ബോയിനെ വിളിച്ച് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ന്യൂസ് കുറച്ച് ഇത് വന്നായിരുന്നു. കോൾ ബോയ് വീട്ടിൽ മാസ്ക് ഇട്ടായിരുന്നു. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം എന്താ ചെയ്യുക? എല്ലാം മാം ഇവള് വിളിച്ചതാ അവരെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ കോൾ ബോയ് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ആ പെണ്ണിൻ്റെ വീട്ടിൽ ചേഞ്ച് ആയിരുന്നു. ആ പെണ്ണിക്ക് നാണം കിടായത്. അവരുടെ എക്സ് ബോയ് ഫ്രണ്ട് അവരെ നോക്കി എക്സ് ബോയ് ഫ്രണ്ട് അടുത്ത് പോയിരുന്നു. അവർ കണ്ട കഥ അവിടുന്ന് പോയിരുന്നു. പക്ഷേ ഇവൾ ഇങ്ങനത്തെ ആൾ എന്ന് പറഞ്ഞു. ആ പെണ്ണിക്ക് നാണം കിടായി. അത് മാത്രമല്ല ഹീറോയി പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ബിസിനസ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഹീറോയി പോയായിരുന്നു. അത് മാത്രമല്ല ഹീറോയിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആർക്കും അറിയില്ല. ഹീറോയി വന്നു. അങ്ങനെ ആ സോൾ ബോയ് ആയിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ബേബീസ് കൂടെ ഹീറോയി ജോലിയായിരിക്കാൻ തുടങ്ങിയായിരുന്നു. ഇപ്പം നമുക്ക് കൊറിയ നോക്കാം. കൊറിയയിൽ ഒരാളുണ്ടായിരുന്നു. അവർ പറയാൻ തുടങ്ങിയായിരുന്നു, ഇവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് ആ ഗേൾസ് പറയായിരുന്നു. അതെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ബോയ്സ് പറയാൻ തുടങ്ങി. ഗേൾസ് പറയാൻ തുടങ്ങി, ശരി അവരെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ട്രൈ ചെയ്തായിരുന്നു.
അങ്ങനെയായിട്ട് ഒരിക്കലും അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ ഗേൾസൊക്കെ ഒരുമാതിരിയായിരുന്നു. അതെ, ഹീറോയ്ക്ക് ഒരു റിവെഞ്ച് കൊടുക്കണ്ടേ, അതുമാതിരി ഹീറോയി ഒരാൾ വെച്ച് ആ ഗേൾസിനെ മൊത്തം തീർത്ത് കളഞ്ഞു. അതെ, അവരെ ജയിലിലിട്ടു. അവർ എന്തെല്ലാം ജോലി ചെയ്തത് കൊണ്ട് അതിൽ ഹീറോയ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കൊറിയയിൽ, ഒരു സീനിയർ ഫ്രണ്ട്. അവർ വെച്ച് ആ ഗേൾസിനെ മൊത്തം തീർത്ത് കഴിഞ്ഞു. അവർ കണ്ടുപിടിച്ച് വന്ന് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞ് ഹീറോയി ഭയങ്കര ഹാപ്പിയായിരുന്നു. അവർ കൂടെ 7 പേരെ കൂടെ നല്ല ജോളിയായിട്ടുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ബോയ്സ് സ്മൈൽ ചെയ്തായിരുന്നു. അതിനായിട്ട് അവർ ഓരോന്ന് കമ്പനി അയച്ച് ജിന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ, അതെ, മൂവി കമ്പനി റൺ ചെയ്യുക. അതെ, ഡയറക്ടർ കമ്പനി, മൂവി എടുക്കുന്ന ഒരു കമ്പനിയാണ്. അതുമാത്രമല്ല കമ്പനി റൺ ചെയ്യുക. അതുമാത്രമല്ല ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുമാത്രമല്ല ഷുഗ പറഞ്ഞ സിംഗർ കമ്പനി റൺ ചെയ്യുക, സിംഗിങ്. അതുമാത്രമല്ല ആറും പറഞ്ഞ ഒരു ബിസിനസ് കമ്പനി റൺ ചെയ്യുക. അതിലെല്ലാ പ്രോഡക്റ്റുകൾ എല്ലാം ഉണ്ട്. അതുമാത്രം ജെ ഹോപ്പ് ഒരു ഡാൻസിങ് കമ്പനി, അയാൾക്ക് ഡാൻസ് ട്രെയിനിങ് കൊടുക്കുക, ഡാൻസ് കമ്പനി വെച്ച് റൺ ചെയ്യാണ്. അതുമാത്രമല്ല സിംഗിങ്. അതെ, അതുമാത്രമല്ല നമ്മളെ ജിമ്മിൻ ഡാൻസ് ടീച്ചറും അതെ ഒരു ആക്ടറായി മാറിയായിരുന്നു. ജിമ്മിന് ഒരു ആക്ടർ മാറിയായിരുന്നു. ആക്ടിങ് ട്രെയിനിങ് കൊടുക്കുക. അതുമാത്രമല്ല ഭയങ്കര ഫേമസ്. അതല്ല സിംഗിങ് കാർഡ്. അതുമാത്രമല്ല നമ്മൾ ഗെയിമിങ് പുതിയ പുതിയ ഗെയിം ഉണ്ടാക്കുക. അതുമാത്രം ഗെയിമിങ് നമ്മളെ ജങ്കുക്ക് പറഞ്ഞ ഒരു ആക്ടറും, അതുമാത്രമല്ല ഒരു സിംഗിങ് ഡാൻസ് ടീച്ചറും മ്യൂസിക് ടീച്ചർ. ജങ്കുക്ക് ഒരു ഫാഷൻ ഡിസൈൻ കമ്പനി വെച്ച് റൺ ചെയ്യായിരുന്നു. ജോൽസ് അതെല്ലാം ഉണ്ടാക്കും. അതുമാത്രമല്ല ഓരോന്ന് ജങ്കുക്ക് ഗെയിംസും ഓരെല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ഹീറോ ഹാപ്പി ആയിട്ട് ഓരോ നോക്കായിരുന്നു. ഹീറോ കമ്പനി പറഞ്ഞ മാരേജ് ബ്ലോക്കർ കമ്പനി, അതെ, ഇത് വെച്ച് റൺ ചെയ്യുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഹാപ്പി ഫാമിലീസിലുണ്ടായിരുന്നു. ഹീറോയി സിറ്റിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഒരുമാതിരി ഓമിച്ചായിരുന്നു. ഹീറോയി ചെക്ക് ഷോക്കായിരുന്നു. എല്ലാവരും മുറിക്കായിരുന്നു. എല്ലാവരും പായിച്ചു ഹാപ്പി എൻഡിങ്.